ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് അപാര ഏകാദശി. 2025 മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 മെയ് മാസം 23-ാം തീയതി പുലർച്ചെ 1:12 മുതൽ 2025 മെയ് മാസം 23-ാം തീയതി രാത്രി 10:29 വരെയാണ്. രാത്രി 10:29 ശേഷം മഹാദ്വാദശിയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യ ദിവസം, അതായത് 2025 മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നു. ഏകാദശിയുടെ പേര് അപാര ഏകാദശി. ഭക്തജനങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ശക്തിക്കനുസരിച്ചിട്ട് അവർക്ക് എങ്ങനെ ഏകാദശി വ്രതം എടുക്കണം എന്ന് തീരുമാനിക്കാം. ഏകാദശിയുടെ തലേ ദിവസം നമ്മൾ വ്രതത്തിനായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് ഏകാദശിയുടെ തലേ ദിവസം അന്ന് നമ്മൾ ഒരിക്കലൂണാണ് ചെയ്യുന്നത്. അതായത് ഒരു നേരം അരിഭക്ഷണം. സാധാരണയായിട്ട് ഉച്ചയ്ക്ക് മാത്രം വളരെ ലഘുവായി ചോറ്, ഉള്ളി ചേർക്കാത്ത എന്തെങ്കിലും ചമ്മന്തി, മോര്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടി, അതിലും ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കില്ല. അങ്ങനെ വളരെ ലഘുവായി ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാറുണ്ട്. രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പുമാവോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഗോതമ്പ് കഴിക്കാം. പക്ഷേ ഏകാദശിയുടെ തലേ ദിവസം സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ച് നിർത്തണം. ഒരുപാട് മരുന്ന് ഒക്കെ കഴിക്കുന്ന ആളുകൾ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ, ഗർഭിണികൾ, അവർക്കൊക്കെ ഇളവുകളുണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിയല്ലാത്ത മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാം. കാരണം ആരോഗ്യമാണ് പ്രധാനം. നാമജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടുന്നത്. അതല്ല, സാധാരണ ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നതാണ് ഉത്തമം. അതും പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കാമെങ്കിൽ അങ്ങേയറ്റം ഉത്തമം. അതാണ് ചെയ്യേണ്ടുന്നത്. ഇനി ഏകാദശി ദിവസം ചിലർ ഉപവസിക്കും. ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ ഉപവസിക്കാം. അതല്ലെങ്കിൽ ചിലർ ജലം മാത്രം കുടിച്ചിരിക്കും. ജലം ആഹാരമായി സ്വീകരിച്ചുകൊണ്ട് ജലം മാത്രം കഴിച്ചുകൊണ്ട് ഇരിക്കും. ചിലർ പാല് മാത്രം കുടിച്ചുകൊണ്ടിരിക്കും. ചിലർ പഴങ്ങൾ മാത്രം കഴിക്കും. ചിലർ പാലും പഴങ്ങളും കഴിക്കും. മറ്റു ചിലർ എന്തെങ്കിലും ഒരു ഭക്ഷണം, പാലും പഴങ്ങളും ആണെങ്കിൽ അതല്ലെങ്കിൽ ഏകാദശി പുഴുക്ക്, ഇതൊക്കെ ഒരു നേരം മാത്രം കഴിക്കും. ബാക്കി 2 നേരവും കഴിക്കില്ല. ചിലർ 3 നേരവും ആഹാരം കഴിക്കും. പക്ഷേ രാവിലെ പഴങ്ങൾ കഴിക്കും, ഉച്ചയ്ക്ക് ഒരു പുഴുക്ക് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. വൈകുന്നേരം വേണമെങ്കിൽ നമുക്ക് ചൗവരി പാലിൽ കാച്ചി കുടിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതിക്കനുസരിച്ചിട്ട്, ശാരീരിക ക്ഷമതയ്ക്കനുസരിച്ചിട്ടൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വ്രതത്തെ ക്രമപ്പെടുത്താം. കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യഭക്ഷണങ്ങൾ, അതായത് അരി, ഗോതമ്പ്, റാഗി, തിന, റവ, മൈദ, ഓട്സ്, ഇങ്ങനെയുള്ള ഒരു ധാന്യങ്ങളും കഴിക്കാറില്ല. ചെറുപയർ, വൻപയർ ഒന്നും കഴിക്കില്ല. പഴങ്ങൾ കഴിക്കാം, പാല് കഴിക്കാം, പാലുൽപ്പന്നങ്ങൾ കഴിക്കാം. അതായത് പനീർ, അതുപോലെ തൈര്, മോര്, വെണ്ണ, നെയ്യ്, ഇതൊക്കെ കഴിക്കാം. പിന്നെ പഴങ്ങൾ, ഇഷ്ടംപോലെ പഴവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാം. പാല് കുടിക്കാം. കപ്പലണ്ടി അത് കഴിക്കാം. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ചൗവരി പാലിൽ കാച്ചി കുടിക്കാം. അത് വളരെ വിശേഷമാണ്. ചൗവരി പാലിൽ കാച്ചി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ മീലായിട്ട് അത് വയറ് നന്നായിട്ട് നിറയ്ക്കും. നമുക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം. എന്ത് കഴിച്ചാലും അത് ഭഗവാന് സമർപ്പിച്ചിട്ട് പ്രസാദമായി സ്വീകരിക്കണം എന്നുള്ളതാണ് ഏകാദശിയുടെ വിധി. ഇനി ഏകാദശി ദിവസം, പ്രത്യേകിച്ച് ഇത്തവണത്തെ ഏകാദശി
വെളുപ്പിനെ 1:12 മുതൽ രാത്രി 10:30 മണി വരെ 10:29 ആ സമയം വരെ ഏകാദശി തിഥിയാണ്. അതുകൊണ്ട് തന്നെ ഈ പകൽ സമയം മുഴുവനും പരമാവധി സമയം നാമജപത്തിൽ മുഴുകുന്നത് വളരെ വളരെ വിശേഷമാണ്. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കാം, വിഷ്ണു സഹസ്രനാമം ജപിക്കാം, ഭഗവാന്റെ എന്തൊക്കെ നാമങ്ങൾ നമുക്കറിയാമോ അതൊക്കെ ജപിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഏകാദശി ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? വ്രതകഥ കേൾക്കണം. വ്രതകഥ നിർബന്ധമായും കേൾക്കണം. വ്രതകഥ കേട്ടാൽ മാത്രമേ ഏകാദശി പൂർത്തിയാവുകയുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഏകാദശിയുടെ പാരണ വീടുന്ന സമയത്തും വ്രതകഥ പറഞ്ഞ് അതല്ലെങ്കിൽ കേട്ട് പാരണ വീടണം എന്നാണ് വിധി. പാരണ വീടുക എന്ന് പറഞ്ഞാൽ എന്താണ്? വ്രതം അവസാനിപ്പിക്കുന്ന ആ ചടങ്ങിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. പാരണ വീടുന്നത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പാരണ വീടാം. അതല്ല വീട്ടിലാണെങ്കിൽ പാരണാസമയത്ത് ദീപം തെളിയിച്ച് നാമം ജപിച്ച് ഭഗവാന് പ്രസാദങ്ങൾ സമർപ്പിച്ച് വ്രതകഥ പറഞ്ഞ് കേട്ട് അങ്ങനെ നമുക്ക് അവിടുന്ന് തീർത്ഥം, നമ്മൾ വിളക്കിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന തീർത്ഥം നമുക്ക് സേവിച്ച് പ്രസാദങ്ങൾ സ്വീകരിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുക. ഇനി പ്രധാനമായും എപ്പോഴും വരുന്ന ഒരു സംശയമാണ്, പീരീഡ്സ് ആയിരിക്കുന്നവർ എന്തു ചെയ്യും, അതല്ല പുലയും ബാലായ്മയും ഒക്കെ ഉള്ളവർ എന്തു ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ ശുദ്ധിയായിട്ടിരിക്കുക, നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക, അനുവദിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പാരണ വീടേണ്ടുന്ന സമയത്ത് നിങ്ങളുടെ മുറിയിലിരുന്ന് നിങ്ങൾ, അതായത് രാവിലെ കുളിച്ച് ശുദ്ധമായി നിങ്ങളുടെ മുറിയിൽ ആ പാരണ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. നമുക്ക് ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് തെളിയിക്കാനോ പൂജാമുറിയിൽ കയറാനോ ഒന്നും നമ്മുടെ ഒരു വിശ്വാസപ്രകാരം അതിന് സാധിക്കുന്നതല്ല. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. അനുവദിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. കൃത്യസമയത്ത് തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ വ്രതം അവസാനിപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വ്രതകഥ നോക്കാം. അതിനുശേഷം പാരണാസമയവും പറയാം. അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, ഈ വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ്? എന്താണ് അതിൻ്റെ പ്രാധാന്യം? എങ്ങനെയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്? ഇതെല്ലാം വളരെ വിശദമായി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറയുന്നു. ഈ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പേര് അപാര ഏകാദശി എന്നാണ്. അതിന് കാരണം ഈ ഏകാദശി എടുത്തു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെയധികം സമ്പത്തും പുണ്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുകൂടി ഭഗവാൻ പറയുന്നു. ഈ ദിവസം വ്രതമെടുക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രശസ്തി ലഭിക്കുകയും ചെയ്യും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ഏകാദശി അതിൻ്റെ ഫലം കാരണം, നല്ല ഫലം കാരണം കൊലപാതകം, ദുരാത്മാക്കൾ, മറ്റുള്ളവരെ അപമാനിക്കൽ തുടങ്ങിയ പാപങ്ങൾ ചെയ്തവർ പോലും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതായത് അത്രയധികം വലിയ പാപങ്ങൾ പോലും ഈ ഏകാദശി വ്രതമെടുത്ത് ക്ഷമയാചിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പാപങ്ങൾ പോലും ഭഗവാൻ ക്ഷമിക്കും, ആ തെറ്റുകൾ പോലും ഭഗവാൻ ക്ഷമിക്കും. അങ്ങനെ പാപമോചനം ലഭിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്തിട്ട് വന്ന് ഏകാദശി വ്രതം എടുക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചിലർ അറിയാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. പക്ഷേ പിന്നീട് അവർക്കതിൻ്റെ കുറ്റബോധമുണ്ടായിരിക്കും. ആ കുറ്റബോധത്തോടു കൂടി ഭഗവാനോട് ഈ ദിവസം ഏകാദശി വ്രതം എടുത്ത് ക്ഷമയാചിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ക്ഷമിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വ്യഭിചാരം, കള്ളസാക്ഷ്യം, അതുപോലെ കള്ളത്തരങ്ങളായിട്ടുള്ള വേദപുസ്തകങ്ങൾ വായിക്കുക, കള്ളഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ പാപങ്ങൾ ചെയ്യുന്നവരുടെ പാപങ്ങളും നശിക്കപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, വ്യാജ വൈദ്യനായി നടിച്ച് ആളുകളെ വഞ്ചിക്കുക തുടങ്ങിയ
ഭയാനകങ്ങളായ പാപങ്ങൾ വരെ ഈ ഏകാദശി വ്രതമെടുത്ത് ക്ഷമയാചിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നശിക്കപ്പെടുന്നു എന്നുകൂടി ഭഗവാൻ പറയുന്നു. എന്നിട്ട് പറയുന്നു, യുദ്ധക്കളത്തിൽ നിന്നും ഓടിപ്പോകുന്ന ക്ഷത്രിയർ നരകത്തിൽ പോകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവർക്ക് പോലും ആ പാപത്തിൽ നിന്നും മോചനം ലഭിക്കും ഈ ഏകാദശി വ്രതം എടുത്താൽ എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ പറയുന്നു, ഗുരുവിൽ നിന്നും അറിവ് നേടിയ ശേഷം ഗുരുവിനെ വിമർശിക്കുന്ന ശിഷ്യന്മാർ നരകത്തിൽ പോകുന്നു. അവർ പോലും അവരുടെ തെറ്റ് മനസ്സിലാക്കി ഈ ദിവസം വ്രതമെടുത്ത് ക്ഷമയാചിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്കും പാപമോചനം ലഭിക്കും എന്ന് പറയുന്നു. 3 ദിവ്യതീർത്ഥങ്ങൾ, ത്രിവേണി, ഗംഗാ, യമുന, സരസ്വതി. ഈ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താലും കാർത്തിക മാസത്തിൽ സ്നാനം ചെയ്താലും ഗംഗാതീരത്ത് പിതൃക്കൾക്ക് പിണ്ടദാനം നടത്തിയാലും ലഭിക്കുന്ന അതേ ഫലം ഈ ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കും എന്ന് പറയുന്നു. അതുപോലെ ചിങ്ങം രാശിക്കാർക്ക് വ്യാഴാഴ്ച ഗോമതി നദിയിൽ കുളിച്ചതിനും കുംഭകാലത്ത് ശ്രീ കേദാർനാഥിൽ ദർശനം നടത്തിയതിനും ബദരികാശ്രമത്തിൽ താമസിച്ചതിനും സൂര്യചന്ദ്രഗ്രഹണ സമയത്ത് കുരുക്ഷേത്രത്തിൽ കുളിച്ചതിനും ലഭിക്കുന്ന ഫലങ്ങൾ ഈ ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ ലഭിക്കും എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതിൻ്റെ ഫലം യജ്ഞസമയത്ത് ആന, കുതിര, സ്വർണം എന്നിവ ദാനം ചെയ്യുന്നതിന് തുല്യമാണ്. പശുക്കളെയും ഭൂമിയെയും ദാനം ചെയ്യുന്നതിൻ്റെ അതേ ഫലം തന്നെ ഈ ഏകാദശി വ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലഭിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തരും ഈ ഏകാദശി വ്രതം എടുത്തു പ്രാർത്ഥിക്കണം. എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും വിശിഷ്ടമാണ് ഏകാദശി. ഏകാദശികളിൽ ഏറ്റവും പുണ്യകരമാണ് അപാര ഏകാദശി. ഈ ഏകാദശി ദിനത്തിൽ മഹാവിഷ്ണുവിനെ ഭക്തിപൂർവം ആരാധിക്കണം. അങ്ങനെ ചെയ്താൽ ഒരാൾക്ക് ആത്യന്തികമായി വിഷ്ണു ലോകം നേടാൻ സാധിക്കും എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം വൃദ്ധകഥ അദ്ദേഹം അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഇപ്രകാരമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പണ്ട് മഹിദ്വാജ് എന്നൊരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹം വളരെയധികം ദയാലുവും ഉദാരമതിയും ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു അനുജനുണ്ടായിരുന്നു. അയാളുടെ പേരാണ് ബ്രിജ്ധ്വാജ്. ഈ ബ്രിജ്ധ്വാജ് അയാൾ ഒരു ക്രൂരനും ദുഷ്ടനും യാതൊരു സ്നേഹവും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഭയങ്കരനായിരുന്നു. ഇളയ സഹോദരനായിരുന്നു രാജാവിൻ്റെ. എപ്പോഴും ഈ അനിയന് ജ്യേഷ്ഠനായ രാജാവിനോട് അസൂയയായിരുന്നു. എങ്ങനെയെങ്കിലും ജ്യേഷ്ഠനെ കൊന്ന് രാജ്യം കൈക്കലാക്കണം എന്നുള്ള ചിന്തയോടുകൂടിയായിരുന്നു നിരന്തരം ജീവിച്ചു പൊക്കോണ്ടിരുന്നത്. അങ്ങനെ അയാൾ തൻ്റെ ജ്യേഷ്ഠനെ എങ്ങനെയെങ്കിലും കൊല്ലാൻ ഒരവസരം നോക്കി ഇരിക്കുന്ന ഒരു ദിവസം അയാൾക്ക് അതിനുള്ള ഒരു അവസരം വീണുകിട്ടി. അങ്ങനെ ഈ അനിയൻ ജ്യേഷ്ഠനായ രാജാവിനെ കൊല്ലുകയാണ്. കൊന്നിട്ട് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ, കാട്ടിലാണ് കൊണ്ടുപോയിട്ട് കാട്ടിലുള്ള ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ രാജാവിൻ്റെ മൃതദേഹം കുഴിച്ചിട്ടു. അങ്ങനെ സാധാരണ നമ്മൾ ഹിന്ദുമത വിശ്വാസപ്രകാരം ഇങ്ങനെയൊക്കെയുള്ള മരണങ്ങൾക്ക് നമ്മൾ എന്താണ് പറയുന്നത്? ദുർമരണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ദുർമരണത്തെ തുടർന്ന് ഈ രാജാവ് ഒരു പ്രേതമായി മാറി. എന്നിട്ട് ഈ പ്രേതരൂപത്തിൽ ഈ രാജാവ് ഈ ആൽമരത്തിൽ തൂങ്ങിക്കിടക്കുകയും രാത്രികാലങ്ങളിൽ അതിലേ പോകുന്ന ആളുകളെയൊക്കെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ആൽമരത്തിൻ്റെ അടുത്തുകൂടി കടന്നുപോയ ഒരു സന്യാസി, ആ സന്യാസിയുടെ പേര് ധൗമ്യ എന്നായിരുന്നു.
ഈ സന്യാസി ഈ പ്രേതത്തിനെ കാണുകയും ഈ പ്രേതത്തിനോട് നീ എങ്ങനെ പ്രേതമായി ഇറങ്ങി വരൂ എന്ന് പറയുകയും ചെയ്തു. സന്യാസിയുടെ വാക്കു കേട്ടിട്ട് ഈ പ്രേതം മരത്തിൽ നിന്നും ഇറങ്ങി വന്നു. എന്നിട്ട് ഈ സന്യാസിയുടെ മുമ്പിൽ തൊഴുകൈയോടുകൂടി നിന്നു. എന്നിട്ട് സന്യാസി ചോദിക്കുന്നു, നീ എങ്ങനെ പ്രേതമായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രേതമായ ഈ രാജാവ് അത് പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സന്യാസി കണ്ണടച്ച് കുറച്ചു നേരം നിന്ന് ധ്യാനിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഈ സന്യാസിക്ക് മനസ്സിലാകുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ ജന്മത്തിൽ നിനക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ, അതായത് നിൻ്റെ സഹോദരൻ നിന്നെ വധിക്കുവാനൊക്കെ ഉണ്ടായ ആ ഒരു കാരണം എന്ന് പറയുന്നത്, മുൻ ജന്മത്തിൽ നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു. ആ തെറ്റുകളുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നിനക്ക് നിൻ്റെ അനുജൻ്റെ കയ്യാൽ കൊല്ലപ്പെടേണ്ടി വന്നത്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ അകാല മരണം സംഭവിച്ച് പ്രേതമായി മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രേതം ഈ മുനിയോട് ചോദിക്കുകയാണ്, എനിക്കിങ്ങനെ ഈ പ്രേതമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിൽ ഒട്ടും താല്പര്യമില്ല, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ മുനി പറയുകയാണ്, ഞാൻ പറയുന്നത് നീ അനുസരിക്കാമോ എന്ന് ചോദിക്കുന്നു. അനുസരിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഏകാദശി, അതായത് ഈ അപാര ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ധൗമ്യമുനി ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ അപാര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിനക്ക് പ്രേതരൂപത്തിൽ നിന്നും മോചനം ലഭിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ചിട്ട് ഈ പ്രേതരൂപിയായ മഹിദ്വാജൻ എന്ന രാജാവ് ഏകാദശി എടുക്കുകയും ഏകാദശി വ്രത ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രേത ശരീരം മാറുകയും ദിവ്യ ശരീരം പ്രാപിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുൻകാല പാപങ്ങൾ എല്ലാം നശിക്കുകയും അദ്ദേഹത്തിന് വൈകുണ്ഠത്തിൽ സ്ഥാനം ലഭിക്കുകയും ചെയ്തു എന്നാണ് വ്രതകഥ. ഈ കഥ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? അതായത് നമ്മൾ സാധാരണ മനുഷ്യരൂപത്തിലൊക്കെയാണ് ജീവിക്കുന്നത്, പക്ഷേ സ്വഭാവം എന്താണ്? പിശാചിൻ്റെ സ്വഭാവമാണ്. പിശാചിൻ്റെ സ്വഭാവവും മനുഷ്യരൂപവും കൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളിൽ നിന്ന്, നമ്മുടെ ഈ സ്വഭാവങ്ങളിൽ നിന്ന്, നമ്മുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളിൽ നിന്ന്, ഈ ചീത്ത സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മോചനമുണ്ടാകും. ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ക്ഷമയൊക്കെ നമ്മൾ പഠിക്കും. കുറച്ചു നേരം ആഹാരം കഴിക്കാതെ ഇരുന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് ഇരുന്ന് നാമം ജപിച്ച് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി കൂടുതൽ സമയവും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഏകാദശി ദിവസം ആരോടും ദേഷ്യപ്പെടരുതെന്ന് പറയും. അപ്പം പെട്ടെന്ന് ദേഷ്യം വന്നാലും ഇന്ന് ഏകാദശിയാണല്ലോ, ദേഷ്യപ്പെടാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ദേഷ്യം അടക്കും. അങ്ങനെ 2 ദിവസം, ഒരു മാസത്തിൽ 2 ദിവസം ദേഷ്യപ്പെടാതിരിക്കുമ്പം പിന്നെ കുറേശ്ശെ ദേഷ്യമൊക്കെ എന്ത് ചെയ്യും? മാറും. അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വ്രതങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി, അതല്ലാതെ ആ കഥയെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയല്ല വേണ്ടത്. പ്രേതം എങ്ങനെ ഏകാദശി വ്രതം എടുത്തു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു. അപ്പം അതല്ല, എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക. അപ്പം ഈ വ്രതകഥ പാരായണം ചെയ്ത് കേട്ട് ഏകാദശി ദിവസം നമ്മൾ ഒന്നുകൂടി കേൾക്കണം ഈ കഥാഭാഗം. ഏകാദശിയുടെ പാരണാ സമയത്ത് ഈ കഥ പറയുകയോ കേൾക്കുകയോ ചെയ്ത് നാമം ജപിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. എങ്കിൽ മാത്രമേ ഏകാദശി വ്രതം പൂർത്തിയാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പാരണാ സമയം പറയാം. പാരണ വീടേണ്ടത് മെയ് മാസം 24-ാം തീയതി ശനിയാഴ്ചയാണ്. കേരളത്തിൽ രാവിലെ 6:02 മുതൽ 10:14 വരെയാണ് പാരണാ സമയം. തമിഴ്നാട്ടിൽ 5:42 മുതൽ 9:58 വരെയാണ്.
കർണാടക 5:53 മുതൽ 10:09 വരെ. ഒറീസ 5:07 മുതൽ 9:32 വരെ. ഗോവ 6:04 മുതൽ 10:22 വരെ. മഹാരാഷ്ട്ര 6:01 മുതൽ 10:24 വരെ. മധ്യപ്രദേശ് 5:36 മുതൽ 10:04 വരെ. ഗുജറാത്ത് 6:05 മുതൽ 10:33 വരെ. പഞ്ചാബ് 5:29 മുതൽ 10:08 വരെ. രാജസ്ഥാൻ 5:35 മുതൽ 10:08 വരെ. ലക്നൗ 5:15 മുതൽ 9:47 വരെ. ഛത്തീസ്ഗഡ് 5:23 മുതൽ 9:48 വരെ. ഹരിയാന 5:24 മുതൽ 10:01 വരെ. ഡൽഹി 5:26 മുതൽ 10:01 വരെ. കാശ്മീർ 5:27 മുതൽ 10:07 വരെ. ജാർഖണ്ഡ് 5:04 മുതൽ 9:32 വരെ. ആസാം 4:33 മുതൽ 9:04 വരെ. തെലങ്കാന 5:42 മുതൽ 10:03 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 4:54 മുതൽ 9:09 വരെ. ആന്ധ്രാപ്രദേശ് 5:44 മുതൽ 10:01 വരെ. ഇനി ദുബായിലും ശനിയാഴ്ച തന്നെയാണ്, അതായത് 24-ാം തീയതി 5:31 മുതൽ 10:01 വരെ. അബുദാബി 5:36 മുതൽ 10:05 വരെ. ബഹ്റിൻ 4:47 മുതൽ 9:19 വരെ. സൗദി അറേബ്യ 5:06 മുതൽ 9:35 വരെ. കുവൈറ്റ് 4:51 മുതൽ 9:27 വരെ. ദോഹ ഖത്തർ 4:45 മുതൽ 9:16 വരെ. ഷാർജ 5:30 മുതൽ 10 മണി വരെ. ഒമാൻ 5:21 മുതൽ 9:49 വരെ. അമേരിക്ക 24-ാം തീയതി 5:49 മുതൽ 9:50 വരെ. UK 24-ാം തീയതി 4:56 മുതൽ 10:17 വരെ. സിംഗപ്പൂർ 24-ാം തീയതി 6:56 മുതൽ 11 മണി വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 24-ാം തീയതി 5:18 മുതൽ 6:50 വരെ. കാനഡ 24-ാം തീയതി 5:23 മുതൽ 9:50 വരെ. സൗത്ത് ആഫ്രിക്ക 24-ാം തീയതി 7:38 മുതൽ 11:01 വരെ. ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പാർണ സമയം അറിയണമെങ്കിൽ കമൻ്റ് ഇട്ടോളൂ. ആ കമൻറ്റിന് മറുപടി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. നാമജപം അത് മുടങ്ങാതിരിക്കുക, നിരന്തരം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.